ശ്രീനേട്ടൻ എപ്പോഴെങ്കിലും കാര്യമായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഉണ്ണി ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, ഗൾഫ് ഷോയ്ക്ക് ഒരു അത്യാഹിതം ഉണ്ടായത് ഓർമ്മയില്ലേ? നമ്മളെല്ലാവരും കൂടി പോയത്, ജയറാം, അതെ, ശ്രീനേട്ടനൊക്കെ കൂടി പോയത്. അന്ന് ഡാൻസും ചെയ്തിരുന്നു ശ്രീനേട്ടൻ. അങ്ങനെ പലതും. അതെ, അതായത് സിദ്ദിഖ് സ്റ്റേജിലിരുന്ന് പാടുമായിരുന്നു. അതെ. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു ശ്രീനിവാസൻ പാടണമെന്നോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു പരിപാടി ഇല്ലാത്തതാണ്. അപ്പോൾ സിദ്ദിഖ് അവരോട് മൈക്കിൽ ഇങ്ങനെ സംസാരിച്ചില്ല, അദ്ദേഹം പാടില്ല, അദ്ദേഹത്തിന് പാടാൻ പറ്റില്ല, അങ്ങനെ കുറേ പറഞ്ഞിട്ട് അവർ വിടുന്നില്ല. പിന്നെ എല്ലാവരും കൂടി ഏറ്റെടുത്തു. ഇത് മൊത്തത്തിലൊരു സംഗതി കൊളാക്കാനുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് പ്രോഗ്രാം മുന്നോട്ട് പോകാൻ തുടരാൻ സമ്മതിക്കാത്ത വിധത്തിൽ പ്രശ്നമുണ്ടായി. ഞാനപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് നേരെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ ചോര വേണമല്ലേ എന്ന് ചോദിച്ചു. ഓർമ്മയില്ലേ? അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ സൈഡിൽ മ്യൂസീഷ്യൻസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാടാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ അവർ ചോദിച്ചു, ഏതാ കട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പാടി വരുമ്പോൾ കട്ട മനസ്സിലാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പാട്ട് ഞാനവിടെ പാടി. അത് പിന്നീട് ഒരിക്കലും ആ സാഹസത്തിന് ഞാൻ വെറുതില്ല. പക്ഷെ ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഉണ്ണി സൈഡിൽ നിന്ന് എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു എന്ന്. അതുണ്ടായിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അത് പക്ഷേ എന്താ പറയുക, ഒരു മനുഷ്യൻ നടുക്കടലിൽ പെട്ടിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടേണ്ടി വന്നു അല്ലേ? അതെ, അതുപോലെയുള്ളൊരു പാട്ടാണത്. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം? ചെറുപ്പത്തിൽ ഞാൻ പാട്ടുകാരോട് എനിക്ക് ഭയങ്കരമായ ഒരു ആരാധന ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് മകനെ പാട്ടുകാരനാക്കി? മകനെ പാട്ടുകാരനാക്കിയതല്ലല്ലോ, മകൻ പാട്ടുകാരനായതാണ്. എനിക്കാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ശ്രീനേട്ടനാണ് പാട്ട് പഠിപ്പിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാനതായത് ഞാൻ നമ്മുടെ നാട്ടിൽ കലാസമിതികളും അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നാടകങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയയിൽ നമ്മളുണ്ട്. എങ്ങനെ ഹാർമോണിയവും തബലയും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് 2 വരി പാടും. അത് പാട്ടുകാരനായിട്ടല്ല, ആ പാട്ടിനോടുള്ള അഭിനിവേശം കൊണ്ട്. അന്ന് സിനിമ കാണാൻ പോകുമ്പം പ്രധാനമായിട്ടും പാട്ടുപുസ്തകം വാങ്ങിക്കുമല്ലോ, അത് പഠിക്കും. എന്തിനാണെന്നൊന്നുമില്ല, വെറുതെ മോഹം. അങ്ങനെ ഒരു മോഹപ്പാട്ടുകാരനാണ് ഞാൻ. സാർ, ഈ റൊമാൻസിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു സങ്കല്പം? അതിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തേക്കാൾ കൂടുതൽ വലിയ വലിയ ആൾക്കാർ അതിനെപ്പറ്റി വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇൻസ്പയർസ് യു ടു ഡു ഗ്രേറ്റ് തിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ ശ്രീനേട്ടൻ തന്നെയാണ് ഇൻസ്പിറേഷൻ. പിന്നെ ഇറ്റ് ഓൾവേസ് റിമൈൻഡ്സ് യു ദാറ്റ് യു ആർ സ്റ്റിൽ അലൈവ്. ഞാൻ വലിയ ഇംഗ്ലീഷുകാരനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതൊന്നുമല്ല കേട്ടത്. മലയാളത്തിൽ നിന്ന് ഇത് വിവരിക്കാൻ എനിക്ക് വാക്കുകൾ ഇല്ലാത്തത് കൊണ്ടുമല്ല. പക്ഷേ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ. നമ്മൾ അതെന്ന് പറയുന്നത് ഒരിക്കലും അതിന് പ്രായമില്ല, കാലമില്ല, ദേശമില്ല എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഊർജത്തിലാണ് നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. യെസ്, അതെന്ന് വെച്ചാൽ വളരെ വലിയൊരു ആ പ്രണയത്തെ പറ്റിയിട്ടുള്ളത് എന്ന് പറയുന്നത്, നമ്മളൊരു പുരുഷനും സ്ത്രീയോട് തോന്നുന്ന ആകർഷണമില്ല, ആകർഷണം സ്ത്രീ പുരുഷനോട് തോന്നുന്നു, അങ്ങനെയുള്ള അതിനേക്കാളൊക്കെ വിശാലമായ അർത്ഥത്തിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രണയം എനിക്ക് സിനിമയോട് ഭയങ്കര പ്രണയമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതെ, പണ്ട് മുതലേ എനിക്ക് ശ്രീനേട്ടൻ അനവധി വർഷങ്ങൾക്ക് മുമ്പേ കണ്ടപ്പോഴേ അതെ നന്നായി ശ്രീനേട്ടൻ ഒരു പ്രാന്ത് പിടിച്ച് നടക്കണതാണ് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ലേ? ആ സിനിമയോടുള്ള ആഗ്രഹം, അതാണല്ലോ അതിനോടുള്ള പ്രണയം എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഏറ്റവും ഇന്നലെ, അതായത് നമ്മുടെ രജനികാന്ത് ഈ സിനിമ കണ്ടു, കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് എന്നെ ഒരു രജനീകാന്തിന്റെ ക്ലാസ്മേറ്റ് ആണെന്നുള്ളൊരു. അതെ, എൻ്റെ ഒരു വർഷം സീനിയറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നതാണ്. ചിരഞ്ജീവി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നതാണ് ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടോ അടച്ചു പൂട്ടി. 6 വർഷം മാത്രമേ നടന്നുള്ളൂ. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പോൾ രജനീകാന്ത് സിനിമ കണ്ടിട്ട്, ഞാൻ സിനിമ തീരാറായപ്പോഴാണ് ആ തിയേറ്ററിലെത്തിയത്, നമ്മുടെ പ്രിയൻ്റെ 4 ഫ്രെയിംസ് എന്ന് പറയുന്ന തിയേറ്ററിൽ. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് അവിടെ എത്തിയതായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അകത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, തീരാറായി. കഴിഞ്ഞിട്ട് ഇദ്ദേഹം നിറഞ്ഞ കണ്ണുകളോട് വന്നു എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കുറേ ഇമോഷണലായിട്ട് എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ വല്ലാതെ കരയിപ്പിച്ചു. ഇതെൻ്റെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും അതിനെ പറ്റി കേട്ടിരുന്നു. അതെ, വല്ലാതെ കരഞ്ഞു പോയി. അപ്പോൾ ഈ പിന്നീട് 2 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു.
ഞാൻ സംസാരിക്കും. അദ്ദേഹത്തിന് ആ സിനിമ അദ്ദേഹത്തിന് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എപ്പോഴാണ് ടൈം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ ഒരു കാര്യം ചോദിച്ചു, പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല, അത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരു സിനിമ ലൈഫ് ടൈം അല്ലെ, ഒരു സിനിമ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് ഇത് ആ രീതിയിൽ എൻകേഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഗതി, ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. എൻ്റെ കഴിവുകൾക്കനുസരിച്ചിട്ട് എഫേർട്ടിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ടാലൻറ്റിൽ എനിക്ക് വിശ്വാസമില്ല. ടാലൻ്റല്ല, നമ്മുടെ ഒരു ശ്രമമാണ്. അപ്പോൾ അതിനു വേണ്ടി പോകുന്നതിനിടയിൽ അത് എൻകേഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഞാനെപ്പോഴും വിചാരിക്കുന്നത് ആളുകൾക്ക് ജീവിക്കാൻ പണം വേണം. പക്ഷേ പണം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോകണോ, പണം നമ്മുടെ പിന്നാലെ വരണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ പിന്നാലെ വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ നേരെ മറിച്ചാണ്, എല്ലാം എൻകേഷ് ചെയ്യണം, എൻ്റെ അനുഭവം അത് ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് എന്ന് സിനിമയിലെ നായകൻ പറയുന്ന അതേ ആർജവത്തോടെ ഊക്കോടെ എന്നോട് പറഞ്ഞു. എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു തന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സിനിമയായിരുന്നു എന്ന് എനിക്കും തോന്നി കണ്ടപ്പോൾ. എസ്പെഷ്യലി ആ ലാസ്റ്റ് സീന് തിയേറ്ററിലിരുന്ന് എല്ലാവരും കരഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടപ്പോൾ. അത് സാധാരണ ഒരു കരച്ചിലിനേക്കാൾ അപ്പുറത്ത് സന്തോഷം കൊണ്ട് ആളുകൾക്ക് കരച്ചിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കഴുകിക്കളയുന്ന ഒരവസ്ഥ വരും. നമ്മുടെ മനസ്സിലുള്ള കന്മഷവും അതും ഇതും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും വേണ്ടാത്ത വിചാരങ്ങളും ഒക്കെ കഴുകിക്കളയാന്ന് പറയില്ലേ, നന്മയുടെ ഒരു എണ്ണ കൊണ്ട് കഴുകിക്കളയുന്നത് പോലെയുള്ളൊരു അനുഭവം ഉണ്ടാവും. അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകിച്ച് ആ സീനുകളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത. എഫക്റ്റീവായിരുന്നു അത്. Yeah.